ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വേണി അമ്മ ചോദിക്കുന്നുണ്ട്, എടി അവൻ എങ്ങനെയാണ് ആദർശ് എന്ന് പറയുമ്പോൾ വേണി പറയുന്നുണ്ട്, ആ വീട്ടിലെല്ലാവരും ഒരു അവാർഡ് പടം പോലെയാണ്, അവനുണ്ടല്ലോ ആദർശ്, അതാണ് ഏറ്റവും വലിയ വേട്ടാവളിയൻ അവിടുത്തെ എന്ന് പറയാണ്. അവൻ എങ്ങനെയാണ് നിൻ്റെ അടുത്ത് സ്നേഹമുള്ളവനാണോ എന്ന് രാധാമണി ചോദിക്കുന്ന സമയത്ത് വേണി പറയുന്നുണ്ട്, എന്ത് സ്നേഹം, ആ അമ്മ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആദ്യരാത്രി സമയത്തെ അവനൊരു നൂലുണ്ടല്ലോ അമ്മേ, നൂലിന് അതിനേക്കാളും കാര്യം ഉണ്ടാവും, അതിനേക്കാളും കട്ടിയില്ലാത്തൊരു സ്വർണ്ണമാല മേടിച്ചുകൊണ്ട് എനിക്ക് വന്ന് തന്നായിരുന്നു ഗിഫ്റ്റായിട്ട് എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എന്നിട്ട് അവന് വേറെ ഒന്നുമല്ല, അവനവിടെ ഒരു സോഫയുണ്ട്, അവിടെ അവൻ അങ്ങനെ കിടക്കും, ഞാനാണെങ്കിൽ കട്ടിൽ നന്നായിട്ട് കിടന്നുറങ്ങും എന്ന് പറയാണ്. അപ്പോഴേക്കും രാധാമണി ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ ഒരുമിച്ചല്ലേ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എവിടെ നിന്ന്, അവൻ എന്നോട് സംസാരിക്കാനോ ഒരുമിച്ചിരിക്കാനോ ഒന്നിനും വരാറില്ല, അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി എന്നെ കല്യാണം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഏത് നേരം അവിടെ ഒരു ജനാലുണ്ടമ്മേ, അതിൽ കൂടി ഇങ്ങനെ നോക്കി റോട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണ കാണാം എന്ന് പറയുമ്പോൾ രാധാമണി പറയുന്നുണ്ട്, റോട്ടിൽ ഇതിന് മാത്രം എന്താ കാണാനുള്ളത്, അവൻ്റെ അമ്മൂമ്മയുടെ ക്യാമറ അല്ലാണ്ട് പിന്നെ എന്താ എന്ന് പറയാണ്. രാധാമണി പറയുന്നുണ്ട്, നീ സത്യമാണ് മോളെ പറയണത്, നിങ്ങൾ ഒരുമിച്ചല്ലേ അപ്പോൾ കിടക്കുന്നത്? ഇല്ല അമ്മേ, ഞാൻ എന്തായാലും ആ വേട്ടാവളുടെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം രാത്രി നമ്മുടെ ശ്യാമയുടെ അടുത്തേക്ക് ഗൗരി വരാണ്. അപ്പം ചോദിക്കുന്നുണ്ട് ശ്യാമ, മോളിതുവരെ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാണ്. എന്നാലും അച്ഛാ, അയാൾ അങ്ങനെ ചെയ്തല്ലോ, ഇവിടെ വേണിക്ക് എന്ത് കുറവാണ് അച്ഛനും അമ്മയും വരുത്തുന്നത്, ഒരു കുറവും വരുത്തുന്നില്ല, എന്നിട്ടും വേണിക്കുള്ള ഭക്ഷണത്തിനുള്ള ചിലവിനുള്ള പൈസ അയാൾ തന്നിരിക്കുന്നു, അത് വല്ലാത്ത ഇൻസൾട്ട് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ പറയുവാണ്. അച്ഛനിപ്പോൾ തിരിച്ച് അയാൾക്ക് എൻ്റെ ചിലവിലുള്ള പൈസ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സമാധാന കേടാണല്ലോ അച്ഛൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നാളെ അങ്ങോട്ട് പോകുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണം, ഞാൻ പറയുന്ന പോലെ അച്ഛൻ ചെയ്യണം, ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്, അച്ഛൻ സാധിച്ചു തരണം എന്നൊക്കെ പറയുമ്പോൾ ശ്യാം പ്രസാദ് പറയുന്നുണ്ട്, അത് വേണോ മോളെ എന്ന് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, വേണോ അച്ഛൻ എവിടെയും തോക്കണത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യം അച്ഛൻ സമ്മതിച്ചേ പറ്റൂ എന്ന് ഗൗരി പറയുവാണ് കേട്ടോ. ശ്യാംപ്രസാദ് മനസ്സോടെ ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാത്രി നമ്മുടെ രാധാമണി പറയുന്നുണ്ട് കേട്ടോ, അതെ എനിക്ക് ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വേറൊന്നുമല്ല, അവർ ഇതുവരെയായിട്ടും ഒരുമിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവർ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഗൗരിയുടെ വീട്ടിലും വേണി നമ്മുടെ വീട്ടിലും നിൽക്കട്ടെ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും മഹാദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് രാധയെ പറയണേന്ന് ചോദിക്കുമ്പോൾ, അതെ അവർ ഒരുമിച്ച് കിടന്നിട്ടൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ, അവർക്ക് വേറെ നല്ല ആലോചന നോക്കി നമുക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അച്ഛൻ എഴുന്നേറ്റ് രാധാമയുടെ മുഖം അങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ്. അതിനുശേഷം മഹാദേവൻ പറയുന്നുണ്ട്, നീ എന്താടി രാധയെ പറഞ്ഞത്, ഇപ്പം പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കും എന്ന് പറയാണ്. അവരുടെ പേരക്കുട്ടികളെ വളർത്തി താലോലിക്കാൻ കാത്തിരിക്കണം എന്നോട് നീ പറയാം അവരുടെ വിവാഹബന്ധം വേർപെടുത്താന്നോ? ഞാൻ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കണം നിങ്ങൾക്കറിയാവോ? എൻ്റെ വേണിമോളുടെ ഒരു കുഞ്ഞിനെ കാണാനും അതുപോലെ തന്നെ എൻ്റെ ശങ്കറിൻ്റെ ഒരു കുഞ്ഞിനെ കാണാനും, അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടി നിൽക്കണം എന്നോട് പറയാം അവൾ, വൃത്തികെട്ട വർത്താനം, നിനക്ക് എങ്ങനെ തോന്നണം രാധാമണി ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് എന്ന് പറയാണ്. ഇനി മേലാൽ ഇങ്ങനത്തെ വർത്താനം കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കരുത്, മര്യാദയ്ക്ക് നിൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കി നാളെ തന്നെ ആദർശിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ എന്നിങ്ങനെ പറയുകയാണ്. അവൾ പോവില്ല എന്ന് പറയുമ്പോൾ, എടി പെമ്മക്കളെ നിലക്ക് നിർത്തേണ്ട അമ്മമാരാ, അതുകൊണ്ട് നിൻ്റെ വളർത്തുദോഷം കൊണ്ടായിരിക്കും, അതുകൊണ്ട് അവളെ മര്യാദയ്ക്ക് നിലക്ക് നിർത്തിയിട്ട് നാളെ രാവിലെ തന്നെ അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറയാണ്. അത് കേട്ട രാധ വേണിയെടുത്ത് പറയുന്നുണ്ട്, മോളെ ഞാൻ മോളുടെ അച്ഛനടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ ആര് വിചാരിച്ചാലും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മോൾ നാളെ എന്തായാലും ആദർശിൻ്റെ വീട്ടിലേക്ക് പോ എന്ന് പറയുമ്പോൾ വേണി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ പോവില്ല, അത് ഉറപ്പിച്ച തീരുമാനമാണ് എന്ന് പറയുമ്പോൾ കമലയെടുത്ത് പറയുന്നുണ്ട്, വേണി പെൺപിള്ളേരുടെ ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടാവും, നമ്മളെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് പറയുമ്പോൾ വേണി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വയ്യ ആ വേട്ടാവളിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ, ഒരു അവാർഡ് സിനിമ പോലത്തെ ഒരു വീടും കൂടും എനിക്കൊന്നും പറ്റില്ല എന്ന് പറയണം, ഞാൻ പോവില്ല അമ്മേ, എത്രയൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിന്ന് പോവില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ശങ്കർ വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, വേണി ഇതുവരെ റെഡി ആയില്ലേ, രാവിലെ ഇവിടുന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞാണ്, ഇപ്പോൾ സമയം ഉച്ചയായി, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എപ്പോൾ തിരിച്ചു വരാനാ, അവളെവിടെ, അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അവളെ ആദർശിൻ്റെ വീട്ടിലേക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗൗരിയും ശ്യാമയും അവിടേക്ക് വരാം കേട്ടോ. ആഹാ നിങ്ങൾ രാവിലെ തന്നെ എത്തിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. കുറേ പെട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ മഹാദേവൻ ചോദിക്കണ്ടേ, എന്താ ഇതൊക്കെ പ്രൊഫസറെ, ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ, ഞങ്ങൾ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ
സാഹചര്യം അനുസരിച്ചിട്ടാണ് കൊണ്ടുവന്ന് തരുന്നത്, ഇവിടെ ഒന്നിനൊരു കുറവില്ല, പിന്നെ എന്തിനത് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെറും കൈയോടെ വരാൻ പറ്റില്ല, അതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ആണോ, എങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മഹാദേവൻ പറയുന്നുണ്ട്. ഇവിടെ ഗൗരിമോൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാംപ്രസാദ് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അതിന് മുമ്പ് മഹാദേവൻ ഒരു വാക്ക് തരണം. എന്നെ തെറ്റിദ്ധരിക്കില്ല, എൻ്റെ മോളെ തെറ്റിദ്ധരിക്കില്ല, എൻ്റെ വീട്ടുകാരെ തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ ഒരു ഉറപ്പ് തരണമെന്ന് പറയുവാണ്. അതിനുശേഷം മഹാദേവൻ പറയുന്നുണ്ട്, അത് ഞാൻ ഉറപ്പ് തരാം, ഒരു കുഴപ്പമില്ല, എന്താ പറയാനുള്ള പ്രൊഫസർക്ക് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, എൻ്റെ മോൾക്ക് എല്ലാ സൗകര്യങ്ങളും മഹാദേവൻ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവൾക്കൊരു കുറവുണ്ട്, അത് വേറൊന്നല്ല, ഇവൾ പഠിച്ച കുട്ടിയല്ലേ, ഇവൾക്ക് ബുക്സൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇവിടെ ബുക്സിൻ്റെ നല്ല കുറവുണ്ട്, ഈ പൈസ കൈ വെച്ചിട്ട് ഇവൾക്ക് കുറേ ബുക്സ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശങ്കറും അതുപോലെ തന്നെ രാധാമണി മഹാദേവനും ശേഖരനും ഒക്കെ ദേഷ്യം വരും കേട്ടോ. അപ്പം തന്നെ ശേഖരൻ കേട്ട പാതി കേൾക്കാത്ത പാതി തോക്കെടുത്തിട്ട് നമ്മുടെ ശ്യാമയുടെ മുഖത്തേക്ക് ഇനി ചൂണ്ടുവാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും ആകെ പേടിയാവട്ടെ. മഹാദേവൻ ആ പൈസയൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ തോക്കും പിടിച്ചൊരിക്കണ ശേഖരനെ കാണിച്ചു കൊണ്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.